ഇതിനെയൊക്കെ ഇതിനൊന്നും ഒന്നും ചോദിക്കാൻ അറിഞ്ഞൂടാ. ഇതിനെയൊക്കെ എന്തിനാണ് ഇങ്ങനെ പിടിച്ചോണ്ടുവന്ന് ഇരുത്തിയിരിക്കുന്നത്? നെല്ലിക്കാടിന്റെ സ്വന്തം ഷാജിദ ഷാജിയാണ്. അമ്മൂച്ചന്റെ അമ്മായി അവിടെ ഇരുന്നും കൊണ്ട് പുതിയ പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ ഇറക്കിയതാണ്. ഓ ബനാൻസീർ സിനാന്റെ കയ്യിൽ വലിച്ചു. ചേച്ചി, അപ്പൊ ഞാൻ എന്തോന്നാണ് ചേച്ചി എടുത്ത് ചോദിക്കാനുള്ളത്? പിന്നെ കൂടുതലൊന്നും വേറൊന്നും ചോദിക്കണ്ട. ആവശ്യത്തിന് 1-2 വാക്ക് മാത്രം ചോദിച്ചാൽ മതി. ബാക്കിയൊക്കെ ഞാൻ അങ്ങ് ഇട്ടോളാം. ചേച്ചിയുടെ ഉമ്മാരെ കാര്യം. ഓ ഉമ്മാരെ കാര്യം ചോദിച്ചോ. ഓ പിന്നെ എന്റെ ബന്ധുക്കാരെ കാര്യം അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ പ്രധാനമായിട്ടും ചന്ദനത്തടി മുറിച്ച കാര്യം അത് വെളുപ്പിക്കാനുണ്ടല്ലോ. ഓ അത് കുറച്ച് വെളുപ്പിക്കാനുണ്ട്. CI സാറൊക്കെ വന്നതൊക്കെ ഇത്തിരി ഒന്ന് വെളുപ്പിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പൊ ആദ്യം നമുക്ക് ഉമ്മാരെ കാര്യമാണ് പ്രധാനമായിട്ട്. ഷോപ്പിന്റെ കാര്യം അത് പ്രധാനമായിട്ട് ചോദിക്കണം. ഷോപ്പിന്റെ കാര്യം ഞാൻ ആദ്യം ചോദിക്കാം, എന്നിട്ട് ഉമ്മയുടെ കാര്യം. ഒരാളെങ്കിലും ഞാൻ ചോദിക്കേണ്ട ആവശ്യമുള്ളൂ. കൂടുതൽ ഞാൻ ക്വസ്റ്റ്യൻ വേണ്ട, ഒരു പ്രാവശ്യം ചോദിക്കണം. അപ്പോഴും ഞാൻ എന്ന് പറയും. മേക്കപ്പിന്റെ ആവശ്യമൊന്നുമില്ല. വേണ്ട മേക്കപ്പ് ഒക്കെ. ശരി, കൂടുതൽ ചോദ്യം ഒന്നും ചോദിക്കണ്ട. ഒരേ ചോദ്യത്തിൽ ഒതുക്കിക്കോളണം. അത് ഞാൻ ഗിളി ഗിളി ക്ലി ക്ലീ എന്ന് പറയും അവസാനം വരെ. ചോദിക്കാം. ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് എന്റെ കൂടെ ഇരിക്കുന്നത് നെല്ലിക്കാടിന്റെ സ്വന്തം ഷാജിദ ഷാജിയാണ്. ഷാജിദ ഷാജി, വെൽക്കം ടു ദ ഷോ. ഷാജിദ ഷാജി, എന്തൊക്കെയുണ്ട് വിശേഷം? പുതിയ കടയൊക്കെ തുടങ്ങി, ഉദ്ഘാടനം എന്തോ ആയിന്നൊക്കെ പറഞ്ഞല്ലോ. ഓ നല്ല വിശേഷമാണ്, സുഖമാണ്. ഇപ്പൊ മഴയുണ്ട്. കടയിട്ടായിരുന്നു. മെയിനായിട്ട് കടയിൽ എന്താണുള്ളത്? എന്റെ ഷോപ്പിലുള്ളത് പകൽ ക്രീമുണ്ട്, പിന്നെ ഡ്രസ്സുകളുണ്ട്, അത് ജട്ടിയുണ്ട്, പിന്നെ ബനാൻസീറുണ്ട്. അങ്ങനെയുള്ള സാധനം. ബനാൻസീർ കേട്ടിട്ടില്ലേ? അങ്ങനെ അത്ഭുതം പോലെ പറയണു. ഇല്ല മാം, അത് പുതിയ പ്രോഡക്റ്റ് ആണ്, നിങ്ങൾ ഇറക്കിയതാണ്. ഓ ബനാൻസീർ, അത് ഞാൻ വ്യക്തമായിട്ട് പറയണോ? അപ്പോഴ് ബനാൻസീർ ഉണ്ട്. അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. ഉദ്ഘാടനമാണ്. എന്റെ ഷോപ്പ് എവിടെയാണെന്ന് അറിയണ്ടേ? മണ്ണലക്കാട് കൊടിയവിള പത്തലുവിള. അപ്പൊ എല്ലാരും ഇൻവൈറ്റ് ചെയ്തോളൂ. സ്വാഗതം, എന്റെ ഷോപ്പിലേക്ക് സ്വാഗതം. അടുത്ത മാസമാണ്. അപ്പൊ ഞാൻ ഇനി പ്രത്യേകിച്ചൊന്നും വിളിക്കണ്ടല്ലോ. അപ്പൊ എല്ലാരും ഷോപ്പിൽ വരണം, വന്ന് എനിക്ക് അനുഗ്രഹമൊക്കെ തരണം. എല്ലാരും പർച്ചേസ് ചെയ്യണം. പിന്നീട് ഉമ്മ ആയിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? തള്ളയായിട്ട് എന്നും പ്രശ്നം തന്നല്ലോ. എൻ്റെ കാക്ക ഉള്ള സമയത്ത്, എൻ്റെ കാക്ക അപ്പം മരണപ്പെട്ടു പോയി. അപ്പം ആ കാക്ക ഉള്ള സമയം മുതൽ ഒരു അമ്മൂസൻ്റെ അമ്മായി പാര വെച്ചും കൊണ്ട് എൻ്റെ ഉമ്മായ കയ്യിലെടുക്കുമായിരുന്നു. എനിക്കത് പിടിക്കോ? എൻ്റെ ഉമ്മ അല്ലേ, ആ തള്ള അത് അവർക്കൊപ്പം അങ്ങ് ചേരും. എൻ്റെ കാക്ക ഉള്ള സമയത്തെ അങ്ങനെയാണ്. പിന്നെ ഇപ്പം കാക്ക മരിച്ചു പോയതിന് ശേഷം ഭയങ്കര പ്രശ്നം നടന്നട കുടുംബത്തിൽ. പ്രശ്നമെന്ന് പറഞ്ഞ അമ്മൂച്ചൻ്റെ അമ്മായി അവിടെ ഇരുന്നും കൊണ്ട് ചോറൊക്കെ വാരിക്കൊണ്ടുവന്നു എൻ്റെ തള്ളയെ വിളിക്കും. ഇങ്ങനെ വിളിക്കും. അപ്പോഴും ഈ തള്ള എന്തേലും ഇങ്ങനെ നോക്കും. ഞാൻ എന്തേലും അതിൻ്റെ വേക്കില് കഥകിൻ്റെ ഇടയിൽ കൂടെ ഒളിഞ്ഞു നോക്കും. ഈ തള്ള പോണാന്നറിയാൻ. അങ്ങനെ ഇരുന്ന് ഒരു ദിവസം നോക്കിയിട്ട് ഞാൻ കൊണ്ട് കൊടുക്കണ അന്നോ ഇങ്ങനെ നക്കിക്കൊണ്ട് ഓടണം. അത് ഓടാൻ കാര്യമുണ്ട്. പ്രശ്നങ്ങളായി ചോദിക്കണ്ട ഒന്നും, ഞാൻ എല്ലാം അങ്ങോട്ട് പറയും. അത് പാരകള് അവിടെ നിന്ന് ഇവിടെ നിന്ന് കുറെ പാരകൾ ഇങ്ങനെ വരും. കുറെ മുത്തു സിനാനൊക്കെ അവിടെ കിടപ്പുണ്ട്. ഇളയമ്മമാരെ മക്കള്, മാമമാര, അങ്ങനെ ഈ മാമായൊക്കെ തല്ലാനൊക്കെ കയറി. എന്നെ ഇടയ്ക്ക് വെച്ച് തല്ലാൻ കയറിയതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പോവും. എനിക്ക് എങ്ങോട്ടെങ്കിലും ഒക്കെ ഇറങ്ങി പോണ്ടേ. അങ്ങനെ ഞാൻ ഇറങ്ങിപ്പോവും. പോയിട്ട് തിരിച്ചു കയറി വരുമ്പം ഇങ്ങനെ നിൽക്കും. കിളവി ഇങ്ങനെ നിൽക്കും. അപ്പുറത്തുനിന്ന് ആ മാമാന്ന് പറയണ അയാൾ നിൽക്കും. അമ്മൂസന്റെ അമ്മാവി, ആ അമ്മായി നിൽക്കും. വടവാളും കൊണ്ട് ഇങ്ങനെ വടവാള് ഭദ്രകാളി തുള്ളും പോലെയാണ് തുള്ളണം എല്ലാവരും. എനിക്ക് ഭയങ്കര പേടിയൊന്നുമില്ല, ഞാൻ ഒരറ്റത്തൂടെ നിന്നു. അങ്ങനെ പ്രശ്നങ്ങളായി
ഇത് അടിയായി. അമ്മൂസന്റെ വീട്ടുകാരുമായിട്ട് അടിയായി. കൊച്ചൻ നീ കേക്കണ, വീട്ടുകാരുമായിട്ട് വഴക്കായി, ഭയങ്കര പ്രശ്നമായി. ഞാൻ എന്തേ ചെയ്തെന്നറിയും, സിനാന്റെ കയ്യിൽ വലിച്ചു. അയ്യോ എനിക്ക് വയ്യ, അതൊരു വലിയ ഇതായിരുന്നു. ദേഷ്യം വന്ന് എന്നെ അടിച്ചപ്പോഴത്തേക്ക് ഞാനതൊരു കയ്യിലും വലിച്ചു, ഫോണും എടുത്തും കൊണ്ട് ഓടി. നോക്കിയപ്പോ സിനാനൊക്കെ അവിടെ ഒരു രസം തന്നെയായിരുന്നു. അങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റൂ. വലിച്ചെടുത്തോണ്ട് പോയി അകത്തിരുന്ന് കൊണ്ട് ഫോൺ വിളിച്ച് പോലീസിനെയൊക്കെ വരുത്തി. അപ്പൊ ഈ തള്ളാൻ തരീത് അതിനു മുമ്പ് മടവാളം എടുത്ത് ഇങ്ങനെ കുത്തിയത്, എടി പൊടി പറഞ്ഞ് ഞാൻ ഞണ്ട് ഇങ്ങനെ ഞൊഴഞ്ഞു കയറും കണക്ക് ഞാൻ തള്ളേരെ മുന്നിലോട്ട് ചെന്നു. മുന്നിലാണ് അടിയുണ്ടാക്കാൻ. അങ്ങനെ ചെന്നപ്പം അവരെന്തേലും ഇത് മടവാളും കൊണ്ട് അകാള് ഭദ്ര ബിട്ടക്കം ഇങ്ങനെ അവര് കാണിച്ചു. ഞാൻ തിരിച്ചിട്ട് കയ്യിലെന്തെന്താ പൂരാട്ടി ഇങ്ങനെ ഞാനും ഇട്ട് കൊടുത്ത്. അന്ന് വഴക്കൂടി ഇറങ്ങിയതാണ് ഈ തള്ള. പിന്നെ ഇതിനകത്തോട്ട് കയറിയിട്ടില്ല. അതിനു മുമ്പ് ഞാൻ 1.5 വർഷം വരെ ഞാൻ ഉള്ളത് ഞാൻ എല്ലാം കൊടുക്കും. അനിയത്തിമാർക്ക് ഞാൻ അവരെ കയ്യിലില്ലെങ്കിലും ഞാൻ അങ്ങോട്ട് പണം കൊടുക്കും. മക്കളെ സ്കൂളിലായിരുന്നാലും ബാഗായിരുന്നാലും ബുക്കായിരുന്നാലും ഇങ്ങനെ തിന്നാനായിരുന്നാലും അനിയത്തിമാർക്കും മക്കൾക്കും തൊണ്ടമാനം കൊടുത്തതിന്റെ നന്ദിയാണ് കാണിക്കണത്. തള്ളയ്ക്കും അങ്ങനെ തന്നെ ഞാൻ കഞ്ഞിയും വെള്ളമൊക്കെ കൊടുക്കും. കൊടുത്തൊക്കെ അവിടെ ഇട്ടിരുന്നു. എന്തിനാണ് എന്റെ മക്കളെ നോക്കണ്ടേ? ആ തള്ളണ്ട് തൊഴിലുറപ്പിന് പോകും. തൊഴിലുറപ്പിന് പോയി വെള്ളം വേണോ? വേണ്ട. തൊഴിലുറപ്പിന് പോയിട്ട് അങ്ങനെ പോകേണ്ട കാര്യമുണ്ടാ? ഞാൻ കൊണ്ട് കൊടുക്കേണ് തള്ളേര അന്നത്തിന് നന്നം തിന്നാൻ ഞാൻ കൊണ്ട് കൊടുത്തിട്ട് തള്ള തൊഴിലുറപ്പിന് പോവേണ്. എന്നിട്ടാ തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വരുമ്പോഴാ എൻ്റെ വീട്ടില് ഞാൻ ഓരോന്ന് ഓർഡർ ചെയ്യും. അവിടെ ഇരുന്നും കൊണ്ട് അമ്മോസം നോക്കും, അമ്മോസം ഒളിച്ചു നോക്കും. അമ്മോസന്റെ അമ്മായി വാര വെച്ചു കൊടുക്കും. ഈ തള്ള തൊഴിലുറപ്പിനും പോയിട്ട് വരുമ്പോ എന്തോന്ന് ഇത്, നിങ്ങളുടെ മോളെ വീട്ടില് ആരാ വന്ന്, നിങ്ങളുടെ മോളെ വീട്ടില് ആരാ വന്ന് എന്നെ ഇന്റർവ്യൂവിന് വിളിച്ച കഥ കേൾക്കാനാണ് എന്റെ കുടുംബകാര്യം. പിന്നെ ഉറങ്ങാതെ ഇരുന്ന് കേട്ടോളണം. അമ്മൂസന്റെ അമ്മാവി എല്ലാം കൂടെ ആ തള്ളക്ക് വാര വെച്ചു കൊടുക്കും. തള്ള അത് കേട്ട് എന്നെ അതും പറയും. വീട്ടിലാർക്കും വരാൻ പറ്റൂല. ഇന്റർവ്യൂകളങ്ങ് ഒഴുകുകയാണ്. ഇങ്ങനെ നെല്ലിക്കാട് വീട്ടിലോട്ട് ഒഴുകും. ആ വരണ ആളുകളൊക്കെ എന്റെ ഷിങ്കിടി എന്ന് പറയും. ഇതാണ് പ്രശ്നം. പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് ചോദിക്കണില്ലേ, ഭർത്താവിന്റെ വീട്ടുകാരുമായിട്ട് ആദ്യം ഞാൻ കയറി ചെല്ലുമ്പോഴേ അവിടെ ഒരുത്തിയുണ്ട്, ഒരു ഭരണക്കാരി, ചേട്ടന്റെ ഭാര്യ. കൊച്ചിനെ അറിഞ്ഞൂടല്ലാതെ ഞാൻ പറയുന്നു, ചേട്ടന്റെ ഭാര്യ. അവരാണ് അവിടത്തെ കാരണവര്, മൂത്ത കാരണവര്. ഞാനും കാക്കായും കൂടെ വിരുന്നിന് പോകുമ്പം പ്രശ്നമില്ല. പോയിട്ട് കയറി വരുമ്പോഴത്തേക്ക് എങ്ങും പോണ ഇഷ്ടമില്ല. അതൊക്കെ വെറും പാരകളാണെന്നേ, ഫുള്ള് പാരകള്. ചന്ദനക്കള്ളി എന്നാണല്ലോ ഷാഹിദായെ വിളിക്കുന്നത്. അതിൽ ഞാനിപ്പോ ഫേമസ് ആയതുകൊണ്ട് ആ ഒരു പേര് വിളിച്ച് സന്തോഷമുണ്ടോ അങ്ങനെ? പിന്നെ എനിക്ക് ഹാപ്പിയാണ്. കൊള്ളാം, ഞാൻ ഫേമസ് ആയല്ലോ. അതിൽ ഞാൻ കണ്ടന്റ് ഒരുപാട് കണ്ടെത്തി. ആളുകളെല്ലാം ഞാൻ ലൈവ് കയറുമ്പോ ചന്ദനക്കള്ളി കയറിയെന്നും പറഞ്ഞു ലൈവില് ഇടിച്ചാണ് കയറുന്നത്. തള്ള അവിടെ നിന്ന് ഓട്ടിച്ചല്ലോ. ഞാൻ ഓട്ടിച്ചെന്ന് ഇനി പറഞ്ഞാൽ പറ്റൂല. എന്നെ സ്നേഹിക്കുന്ന ആളുകൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ അവരെയൊക്കെ സോപ്പിട്ട് എടുത്തു വെച്ചിരിക്കുകയാണ്. മരം മുറിച്ചത് ചന്ദനത്തടി. നിങ്ങളൊക്കെ എന്നെ എല്ലാവരും ചന്ദനക്കള്ളി എന്ന് എനിക്കൊരു പേരിട്ടില്ലേ. ആദ്യം ഞാൻ പോണില്ലെന്നാണ് ഞാൻ എല്ലാവരുടെ അടുത്തും പറഞ്ഞത്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് പോണില്ലെന്ന്. പിന്നെ ഞാൻ ശരിയാവൂല. ആ അയൽവക്കത്തൊക്കെ പ്രശ്നങ്ങളൊക്കെ നടന്നുകൊണ്ടേ ഇത് കേസും വഴക്കും ഒക്കെ ആയി. ജനങ്ങളെല്ലാം മടവാളും കൊണ്ടിരിക്കണവരുണ്ട്, വടിവാളും കൊണ്ടിരിക്കണവരുണ്ട്, വടിയും കൊണ്ടിരിക്കണവരുണ്ട്. എല്ലാം കൂടെ ഇങ്ങനെ നിരന്നരാ നാട്ടുകാരെല്ലാം കൂടെ നിന്നും കൊണ്ട് പിന്നെ എനിക്ക് രക്ഷയില്ല. ഇന്ന് കണ്ടപ്പോഴത്തേക്ക് ഞാനെന്തെങ്കിലും എല്ലാം വാരിക്കെട്ടി ഞാൻ പോണേന്റെ അന്ന് എന്നൊരു ചന്ദനം മുറിച്ചു. കുറ്റമാണ്. പക്ഷെ ഞാൻ മുറിച്ചത് ഈ തള്ള എനിക്ക് പൈസ തരാറുണ്ട്.
തള്ളയ്ക്ക് ഞാൻ ഒരു ജോഡി കമ്മൽ വാങ്ങിച്ചു കൊടുത്തായിരുന്നു. അതിന്റെ വക ഒരു 19,000 രൂപ ഉണ്ട്. പിന്നെ അല്ലാതെ ഉണ്ട് കുറച്ച്. അവിടെ നിന്ന് നിന്നൊക്കെ തിന്നല്ലേ, ആ തിന്ന പൈസയും എല്ലാം കൂടി ചേർത്ത് പിന്നെ അനിയത്തിമാർക്ക് അവർക്ക് ഞഞ്ഞാ മുഞ്ഞ അവരും വന്ന് 10-15 ദിവസമൊക്കെ നിൽക്കും, 10-20 ദിവസം. അപ്പൊ അങ്ങനെയൊക്കെ കൊടുത്ത പൈസയും എല്ലാം കൂടെ ഞാൻ കണക്കിരുന്ന് എഴുതി കൂട്ടൊക്കെ ഉണ്ട്. ബുക്കുണ്ട് താണ്ടാട്ടാ ഇങ്ങനെ ഇരുന്ന് കണക്കെഴുതി കൂട്ടി. ഷാജിദയുടെ ബുക്കാണ്. ഞാൻ കണക്കെഴുതി കൂട്ടിക്കും. ഉമ്മാക്ക് ഇന്ന് മുളക് ഞവിടിയതും കഞ്ഞി അത് എഴുതിയിട്ട് വൈകിട്ട് ഒരു കട്ടൻ ചായ അത്, പിന്നെ എല്ലാം ഞാൻ ഇങ്ങനെ വരിക. പിന്നെ അനിയത്തിമാർ 2 പേരുണ്ട്, അവരെ മക്കൾക്ക് എന്തൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടോ അതിന്റെ എല്ലാ ലിസ്റ്റ് അങ്ങനെ ഫുള്ള് 2 ലക്ഷം രൂപയോളം ഞാൻ എഴുതി വെച്ച്. തിന്ന കണക്ക് വേണ്ടേ, ഞാൻ കഷ്ടപ്പെടുന്നതാണ്. ഞാൻ ഇറങ്ങിപ്പോയി പ്രൊമോഷനും അതിനും ഒക്കെ പോയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് വന്നിട്ട് ഒരാൾക്ക് തിന്നാൻ കൊടുക്കണം. ഇതൊക്കെ തിന്നുമ്പോ എല്ലിന്റെ ഇടയിലോട്ട് ഞാൻ ഇങ്ങനെ കുത്തി കയറും. അത് കൊള്ളാമോ? അങ്ങനെ എന്തോന്ന് ഇത് എല്ലാം വാരിക്കെട്ടി ഞാൻ വണ്ടിയിലാക്കിയതിന് ശേഷം ഞാൻ ചെന്നും കൊണ്ട് ആ മരം വെട്ടി. ആ മരത്തിൽ ചേർന്ന് വേറൊരു മരം ഉണ്ടായിരുന്നു. ആ മരം അങ്ങോട്ട് വെട്ടി മാറ്റിയാലേ എനിക്ക് മരം വെട്ടാൻ ഒക്കുള്ളൂ. ഏത് മരം? കൊയ്യാക്ക മരം. കൊയ്യാക്ക മരം ഞാൻ അങ്ങോട്ട് വെട്ടി മാറ്റിയതിന് ശേഷം ഞാൻ ഈ ചന്ദന മരം വെട്ടി. ആ ചന്ദന മരം വെട്ടിയതിന് ഒരു കാര്യമുണ്ട്. ഉമ്മ നമ്മളെ കുഞ്ഞുനാളിലെ ആ പെരയുടെ മൊത്തം ചന്ദനവും. അപ്പോഴ് ഈ തള്ള എന്തേരിയോന്നറിയാം, എന്റെ കല്യാണത്തിന് മുമ്പേ ഈ തള്ള ചന്ദനം മുറിച്ച് വിൽക്കുമായിരുന്നു. അങ്ങനെയൊക്കെയാണ് ഞങ്ങളെ കെട്ടിച്ചതും. കഷ്ടപ്പാടല്ലേ പെൺപിള്ളരെയൊക്കെ കെട്ടിക്കണം എന്ന് പറഞ്ഞെങ്കിൽ 15 വയസ്സിലൊക്കെ കെട്ടിച്ച് മുറിച്ച് കഷ്ണമാക്കി ഞാൻ വെട്ടി വെച്ചപ്പോ കാണാൻ വിളിച്ച് പറഞ്ഞു കൊടുത്തു. അസൂയുള്ളവരാണ് മൊത്തം. പറഞ്ഞു കൊടുത്ത് അവര് വന്നിട്ട് മോളെ എന്നെ ഒന്നും പറഞ്ഞൊന്നുമില്ല, മോളെ സാജി പോട്ടെ. അത് എങ്ങനെയാണ് നല്ല വണ്ണമുള്ള ഒരു പൊക്കമുള്ള ഒരു സാറ്, SI സാറ്, ഇൻസ്റ്റയിലും യൂട്യൂബിലൊക്കെ ഉള്ളതല്ലേ, പോട്ട് വേറെ പ്രശ്നമൊന്നുമില്ല, നമ്മൾ കൊണ്ടുപോയിട്ട് അതിലൊരു വീതം അങ്ങ് തരാ എന്ന് മാത്രമേ പറഞ്ഞോളൂ. വന്ന് ഒപ്പിടണം, അത്രേ ഉള്ളൂ അവിടെ. ഓ അതിനാണ് ഇങ്ങനെ പൊക്കിയത്. എന്തിപ്പോ ഫേമസ് ആയില്ലേ ചന്ദന സാജി ചന്ദന. കുഞ്ഞുനാളില് ഒരു കഥ ഉണ്ട്. എൻ്റെ അപ്പുറത്തെ വീട്ടിലാ അമ്മായിമാരെ മക്കളുണ്ട്, പെൺമക്കള്. അവരെ പെണ്ണ് കാണാനായിട്ട് വരും. അങ്ങനെ പെണ്ണ് കാണാൻ വരുമ്പോ എന്തരീ എൻ്റെ ഉമ്മ തള്ള അങ്ങോട്ട് വിടൂല. എന്ത് കാര്യമാണെന്നറിയാം, എന്നെ ഇഷ്ടപ്പെടും. അന്നേ അങ്ങനെ തന്നെ. ഞാൻ നല്ല നീളമുണ്ട് അന്ന്. എനിക്ക് 4 വയസ്സേ ഉള്ളു പെണ്ണ് കാണാൻ വരുമ്പോ. ആ 4 വയസ്സിന്റെ ആളല്ലേ, ഞാൻ നല്ല നീളമുണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ ചെന്ന് ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ആ പയ്യന്മാർ അതിലേ ഇങ്ങനെ ഒളിച്ചു നോക്കും. വരണ പയ്യന്മാര് ഒളിച്ചു നോക്കും. അപ്പോഴും ആ അമ്മായിമാരെ മക്കളെയൊന്നും ഇഷ്ടപ്പെടില്ല. എന്നെയാണ് ചോദിക്കണം. അതുകൊണ്ട് 4 വയസ്സുള്ളപ്പോ 4 വയസ്സുള്ളപ്പം എനിക്ക് നല്ല നീളമുണ്ട്. അങ്ങനെ വന്ന് പിന്നെ അവസാനം ഈ തള്ള എന്നെ അങ്ങോട്ട് വിടൂലെന്ന്. വരണവർക്ക് എന്നെ അല്ലേ ഇഷ്ടപ്പെടുള്ളു. എല്ലാവർക്കും അതൊരു കാര്യമുണ്ട്. അതെ, ആ തള്ളയ്ക്കത് മനസ്സിലായി. അത് ഈ വരണവരെന്തരിയോന്നറിയാം, ഞാൻ കമന്റ് അടിച്ചു. ഞാൻ കമന്റ് അടിക്കുന്നിരുന്നു. ആ സ്വഭാവം എനിക്ക് ഇപ്പോഴും ഉണ്ട്. എല്ലാവരുമായിട്ട് സൊറ പറഞ്ഞിട്ട് എന്തരിയും ഞാനങ്ങ് അടുക്കും. അതെന്റെ ഒരു സ്വഭാവവും. ഒരു കൊച്ചു പയ്യനൊക്കെ ആയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, പ്രൊമോഷൻ വീഡിയോ ഒക്കെ ചെയ്യാൻ പോകുന്നത്. അതാരാണ്? അല്ല, അത് ഞാൻ പറഞ്ഞാലേ ഇന്റർവ്യൂ അല്ലേ, ഇന്റർവ്യൂ ആയതുകൊണ്ട് എനിക്ക് ഇത്തിരി ഒരു ബഹുമാനമൊക്കെ ഉണ്ട്. അത് ഞാൻ പറയാം, അത് നമ്മൾ തമ്മിലുള്ള കാര്യമാണ്. അത് ഞാൻ എടുത്ത് ഇങ്ങനെ അങ്ങ് പുറത്തിടണോ? ഞാൻ ഒളിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങളാണ് എടുത്ത് ഇങ്ങനെ പുറത്തിടണോന്ന് പറയുന്നത്. നമ്മൾ പണ്ടൊരു പഴഞ്ചൊല്ലുണ്ട്, മണിയറ രഹസ്യങ്ങൾ പുറത്തിടാൻ പാടുണ്ടോ, മണിയറ രഹസ്യങ്ങൾ പുറത്തിടാൻ പാടുണ്ടോ. അതില്ല. ആരെങ്കിലും ചോദിച്ചോ മണിയറ രഹസ്യങ്ങള്? ഒരുപാട് പേര് ചോദിക്കും. ലൈവിലൊക്കെ ഭയങ്കര ചീത്തവിളിയാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. ഇല്ല, ഞാൻ ചീത്ത വിളിക്കൂല. ഞാൻ വെറും പാവമാണ്. എന്റെ മനസ്സുണ്ടല്ലോ പഞ്ചപാവവും. ആൾക്കാർക്കൊക്കെ എങ്ങനെയാണ് ഷാജിദയെ ഇഷ്ടമാവുന്നത് എന്നാണ് ഷാജിദ കരുതുന്നത്. അത് ഞാൻ വെറും പാവമാണ്. പാവമായതുകൊണ്ട് ആളുകൾ എന്നെ കൂടുതൽ
ഇഷ്ടപ്പെടാൻ തുടങ്ങി. പിന്നെ ഈ തള്ളയായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായതിന് ശേഷം ഞാൻ ഇപ്പൊ ഈ ഇടയ്ക്ക് ഞാൻ ലൈവിൽ ചെന്ന് 2 കമന്റ് അടിച്ച്, എൻ്റെ ഉമ്മ പാവോണ്, നമ്മള് സഹോദരങ്ങളാണ്, നമ്മൾ വഴക്കൂടും, നമ്മൾ ബന്ധുക്കാരാണ്, ഇങ്ങനെയൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതിൽ കമന്റുകൾ വന്നെനിക്ക്. സത്യം പറഞ്ഞാൽ എനിക്കൊന്ന് ദേഷ്യമാണ്. എനിക്ക് ആ തള്ളേ എൻ്റെ ആ ആൾക്കാരെ അന്ന് തന്നെ മടവാളെടുത്ത് ഇട്ടാലും എനിക്ക് ഭയങ്കര ദേഷ്യമാണ്. പിള്ളേരുണ്ടല്ലോ 2 സാധനങ്ങൾ എല്ലാ എണ്ണത്തിനും എനിക്ക് വെറുപ്പാണ്. എൻ്റെ അനിയത്തിയാരും എല്ലാവരും എനിക്ക് വെറുപ്പാണ്. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ലൈവിൽ ഞാൻ പറഞ്ഞു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഉമ്മ പാവമാണ്, നിങ്ങളൊക്കെ ആരാണ് ഇങ്ങനെയൊക്കെ ചോദിക്കാനും പറയാൻ, എൻ്റെ ഉമ്മാരെ കാര്യം പറയാൻ നിങ്ങളൊക്കെ ആരാണ് എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് അതിൽ കമന്റുകൾ വന്നു. അയ്യോ സാധ്യത എൻ്റെ പൊന്നുമോളെ, എനിക്ക് എൻ്റെ പൊന്നുമോളെ കാല് കഴുകി വെള്ളം കുടിക്കണം. അപ്പൊ എനിക്ക് സന്തോഷമായി. അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്വഭാവം അങ്ങ് മാറി. ഞാൻ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ആള് കയറണം, എനിക്ക് സബ്സ്ക്രൈബ് കൂടണം, വ്യൂസ് കൂടണം, ഇതിന് വേണ്ടിയുള്ള എൻ്റെ ട്രിക്കായിരുന്നു. ഉദ്ഘാടനം ചെയ്യാനായിട്ട് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? ഏത് സെലിബ്രിറ്റിയാ വരാനായിട്ട്? എൻ്റെ മനസ്സില് ഉള്ളത് ആറാട്ടണ്ണനാണ്. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആറാട്ടണ്ണനാണ് ഞാൻ സങ്കല്പിച്ച് വെച്ചിരിക്കണത്. എൻ്റെ മക്കൾ എത്തിങ്ങാനയിൽ പഠിച്ചിട്ടുണ്ടെന്നല്ലോ, എൻ്റെ മക്കള് പഠിച്ചുകൊണ്ട് നിന്ന അവിടെ ഞാൻ അന്ന് പ്രശ്നങ്ങളൊക്കെ ആയി, ഞാൻ പോയി ഉസ്താദിനെ പള്ളി വിളിച്ചില്ലേ അവിടെ, അവരെയും കൂടെ കൊണ്ടുവന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. അതെന്തായാലും ആ ആഗ്രഹം നടക്കും, ഞാൻ നടത്തും. ഞാൻ ലൈവിലാണ് അന്ന് പള്ളി വിളിച്ചത്, അപ്പോഴതെനിക്ക് നടത്തണം. എല്ലാം ഭംഗിയായിട്ട് നടക്കട്ടെ. ഞാൻ അവിടെ നിന്നാണ് എടുത്തിട്ട് ചോദിക്കാത്തുണ്ടായിരുന്നു, അതും കൂടെ ചോദിക്കണം. ഇത് എവിടെ നിന്നാണ് സ്വന്തം കടയിൽ നിന്നാണെന്ന് പറയണം. അപ്പൊ മാം ഇതെവിടെന്നാണ്? നല്ല ഭംഗിയുണ്ടല്ലോ. ഇതെന്റെ മോലാളി ഇറക്കിയത്, ഇപ്പൊ ഇറക്കി തന്ന സാധനങ്ങളാണ്. ഇത് ഒരുപാട് വിറ്റ് പോണു. ഇത് വിറ്റോണ്ടിരിക്കുകയാണ്. കമ്മല്, അതുപോലെ മോതിരങ്ങള് എല്ലാം ഉണ്ട്. നല്ല മോഡല് കൊള്ളാല. ഇതെല്ലാം ഇങ്ങോട്ട് വരണതും കാണാം. ഓർഡറാണ്. എനിക്ക് വയ്യ. ഒരു ബുക്കും പേനയായിട്ട് ഞാൻ അങ്ങ് ഇരുന്നാ പിന്നെ എഴുതി മാടുത്ത്. പിന്നെ എൻ്റെ ഷോപ്പൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചിട്ടുണ്ടായിരുന്നു എല്ലാവരും. അതിൻ്റെ പരിസരമൊക്കെ കാണിച്ചിട്ട് അടുത്തുള്ള കടയിൽ 2-3 അവര് കടയിൽ ജോലിക്കാരാണ്. ആ കടയില. അപ്പൊ അവളൊക്കെ ഇരുന്ന് പരദൂഷണം പറയും. അത് ഞാൻ പോവൂല പരദൂഷണത്തിന് കൂടായി. ഞാൻ പരദൂഷണത്തിന് കൂടാൻ പോവാത്തോണ്ട് അവളുമാർക്ക് അസൂയാണ്. ഞാൻ അങ്ങനെയൊന്നും പോവൂല, ഒന്നും പറയൂല. ഞാൻ നല്ല ആണ്, ഞാൻ പോവേയില്ല, പരദൂഷണം പറയേയില്ല, ഒന്നും ചെയ്യില്ല. ഞാൻ എൻ്റെ പാടേ ചൂടേ കടേ എന്നും പറഞ്ഞാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മക്കളെ കാര്യമായിട്ടാണ് മുന്നോട്ട്. അവളൊക്കെ അവിടെ ഇരുന്നു കൊണ്ട് പരദൂഷണം പറയും. എനിക്കൊരു പള്ളു വിളിക്കണ ഇഷ്ടമല്ല, എനിക്ക് ആരെയും കുറ്റം പറയണ ഇഷ്ടമല്ല. ഞാൻ ആരെയും ഒന്നും പറയില്ല. കള്ളുടിയനെന്ന് പറയില്ല, കഞ്ചാവടിയനെന്ന് പറയില്ല, പെണ്ണുപിടിയനെന്ന് പറയില്ല, ഞാൻ ഒന്നും പറയില്ല. ഞാൻ നല്ല തങ്കപ്പെട്ട സ്വർണ്ണമാണ്. കുറച്ച് വെള്ളം വേണം. വെള്ളം വേണ്ട, എനിക്ക് എങ്ങനെയുള്ള വെള്ളമൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഷാർജ ഇങ്ങനെയൊക്കെ. എനിക്ക് കൂടുതൽ ഞാൻ വീട്ടിലൊന്നും ഒന്നും ഉണ്ടാക്കൂല, വെളിയിലൊക്കെ പോയാണ് കഴിക്കുന്നത്. ഇനി ഒന്നുമില്ല. ഞാൻ എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞാൻ എൻ്റെ കുടുംബകാര്യങ്ങൾ പറയാനാണ് കുട്ടിയെ ഞാൻ വിളിച്ചത്. അപ്പൊ ഞാൻ തന്ന പൈസ കിട്ടിയല്ല. നിങ്ങൾക്ക് ഞാൻ വിളിച്ചപ്പോ പറയുന്നത് തിരക്കാണ്, വേറെ ഇന്റർവ്യൂ ഒന്നും. അതുകൊണ്ടാണ് ഞാൻ പൈസ തന്ന് ഞാൻ ഇന്റർവ്യൂ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഇത്രയും നേരം നമ്മുടെ കൂടെ സമയം ചിലവഴിച്ച് ഒരുപാട് കാര്യങ്ങൾ പങ്കുവെച്ച ചന്ദനംകള്ളി ഷാജിദ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനിയും കാണാം. ഇനിയും കുടുംബവിശേഷങ്ങളും പ്രശ്നങ്ങളും എല്ലാം നമുക്ക് പങ്കുവയ്ക്കാം. അതിന് ഒരു അവസരം കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.